ഹായ്. അപ്പോൾ റിസൾട്ടൊക്കെ വന്നില്ലേ? അപ്പോൾ മികച്ച വിജയം നേടിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ചിലപ്പോൾ ചില വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി, ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ മാർക്ക് കിട്ടണം. മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ കാര്യം റീവാലുവേഷന് കൊടുക്കുക എന്നുള്ളതാണ്. റീവാലുവേഷന് കൊടുക്കാനുള്ള ഡേറ്റ് 16-ാം തീയതി തൊട്ട് 21-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ എന്തിനാണ് റീവാലുവേഷൻ? റീവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾക്കൊരു സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞു പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ ഒരിക്കൽ കൂടി എന്ത് ചെയ്യാണ്? വാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പേപ്പർ ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യും. റീവാലുവേഷന് നമ്മൾ കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 400 രൂപയാണ് ഒരു സബ്ജക്റ്റിന് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പേപ്പർ എടുത്തിട്ട് അത് ഒരിക്കൽ കൂടി വാലുവേറ്റ് ചെയ്യും. ചിലർക്കൊരു സംശയമുണ്ട്, ഇനി റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മാർക്ക് കുറഞ്ഞു പോകുമോ? നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഒരു B+ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, മാത്സിന് കിട്ടിയ മാർക്ക് B+ ആണെന്ന് വിചാരിക്കുക. റീവാലുവേഷന് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്ക് B ആയി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ ഒരു പേടി. പക്ഷെ പേടിക്കേണ്ട, നിങ്ങളുടെ ഹയർ മാർക്ക്, ഏറ്റവും കൂടുതൽ മാർക്ക് ഗ്രേഡ് ഏതിനായിരുന്നോ അത് തന്നെയായിരിക്കും നിലനിൽക്കുക. അതായത് നിങ്ങളുടെ B+ നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും താഴേക്ക് പോരില്ല, മുകളിലോട്ട് പോവുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. മാർക്ക് കുറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ 8A+, 9A+, 7A+ ഒക്കെ കിട്ടിയവരുണ്ടാവും, 6A+ ഒക്കെ കിട്ടിയവർ, എനിക്ക് ഈ സബ്ജക്റ്റിന് മാർക്ക് കിട്ടുമായിരുന്നു എന്ന് തോന്നിയ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? റീവാലുവേഷന് കൊടുക്കുക. റീവാലുവേഷന് കൊടുക്കേണ്ട സൈറ്റാണ് ഇവിടെ കിടക്കുന്നത്. ദെൻ ഇനിയിപ്പോൾ ഇത് നേരെ കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കി എഴുതി വെക്കുകയൊന്നും വേണ്ട. റീവാലുവേഷൻ SSLC 2026 എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ സൈറ്റ് കിട്ടും. റീവാലുവേഷന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇല്ലെങ്കിൽ കാണുന്ന ഒരു വിൻഡോ എന്ന് പറയുന്നത് ഇതായിരിക്കും. എക്സാമിൻ്റെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് വരിക. നിങ്ങൾക്ക് സ്വന്തം വേണമെങ്കിൽ ഇത് പൂരിപ്പിക്കാം. ഇല്ലെങ്കിൽ CSC പോലുള്ള ജനസേവാ കേന്ദ്രങ്ങളുണ്ട്, ജനസേവാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അക്ഷയ സെൻ്ററുകളിലൊക്കെ പോയി അറിയുന്ന ആളുകളുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഇത് പൂരിപ്പിക്കാവുന്നതാണ്. ദെൻ ഇത് ഫില്ല് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ഫീസ് അടയ്ക്കണം. ആ പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ടും കൊണ്ട് നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മാഷിൻ്റെ അടുത്ത്, പിന്നെ എന്താണ്, പ്രിൻസിപ്പലിൻ്റെ അടുത്ത് കൊടുക്കണം. അത് മറക്കരുത്. അത് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ പേപ്പർ റീവാലുവേഷന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം? ആ പേപ്പർ ആർക്ക് കൊണ്ടേ കൊടുക്കണം? നമ്മൾ സബ്മിറ്റ് ചെയ്ത ശേഷം കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് നമ്മൾ പഠിച്ച സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കണം. ദെൻ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അപേക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത്. എന്താണ് ഫോട്ടോ കോപ്പി? നമ്മൾ എഴുതിയ പരീക്ഷയുടെ അതേ കോപ്പി നമുക്ക് സംശയമുണ്ടെങ്കിൽ, മാർക്കുകൾ കിട്ടിയോ കിട്ടിയില്ലെങ്കിലോ പിന്നെ കുറഞ്ഞു പോയോ എന്ന് സംശയമുണ്ട്, നിങ്ങൾ നല്ല കോൺഫിഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫോട്ടോ കോപ്പി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ അതേ ഫോട്ടോ സ്റ്റാറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഫോട്ടോ കോപ്പിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെയുള്ളതാണ് സ്ക്രൂട്ടിനി അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് ഫോട്ടോ കോപ്പിക്ക് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് 200 രൂപയാണ് നമ്മുടെ ഫീസ് വരുന്നത്. ദെൻ സൂക്ഷ്മ പരിശോധനയ്ക്ക് 50 രൂപയാണ്. സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്കോർ ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ സ്കോർ ഷീറ്റ് ചിലപ്പോൾ കൂട്ടി നമ്മൾ മാർക്കുകൾ കൂട്ടി ആഡ് ചെയ്ത് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടാകാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അപേക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ മാർക്കാണ് കൂട്ടുക, പേപ്പർ വാലുവേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒരിക്കൽ കൂടി സൂക്ഷ്മ പരിശോധന നടത്തും. അതായത് ഒന്നും കൂടി കൂട്ടിയിട്ട് വീണ്ടും ടാബ്ലേറ്റ് ചെയ്യും. ദെൻ ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഒരിക്കലും റീവാലുവേഷനായിട്ട് പരിഗണിക്കില്ല എന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് റീവാലുവേഷനോ കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് കൊടുക്കാം. തിരക്ക് കൂട്ടുമൊന്നും വേണ്ട. 21-ാം തീയതി വരെ സമയമുണ്ട്. പക്ഷേ സമയം നോക്കണം, 21-ാം തീയതി 5 മണിക്ക് മുൻപേ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തീർക്കണം. ഓക്കെ, ഓഫീസിൽ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ പ്രിൻ്റ് ഔട്ട് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്ത +1 അഡ്മിഷനും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.